ആന്റി എന്താ നിനക്ക് നേരെ ഇരിക്കാൻ പോലും അറിയില്ല. എണീച്ച് കണ്ണാടിയുടെ മുമ്പേ ഇരിക്കും, അവിടെ ഇരുന്ന് ചെയ്യാം. മോനെ പ്രണവേ, ഇനി നീ നിന്റെ കഴിവ് കാണിക്കേ. ഒരു ചായ കൂടി ഉണ്ടാക്കട്ടെ? വേണ്ട, ചായ എനിക്ക് വേണ്ട. എനിക്ക് വല്ലാതെ ടെൻഷൻ ആവുന്നു. പ്രിയയ്ക്ക് ഒരു ഫോൺ കോളെങ്കിലും ചെയ്യാമായിരുന്നില്ലേ? അല്ലെങ്കിൽ ഒരു മെസ്സേജെങ്കിലും ഇടായിരുന്നില്ലേ? ഞാൻ തന്നെ ഒന്ന് വിളിച്ചു നോക്കാം. പ്രിയ, അമ്മയുടെ ഫോണാണല്ലോ, എല്ലാം അമ്മയോട് പറഞ്ഞാലോ? വേണ്ട, ഞാൻ തന്നെ നല്ല ടെൻഷനില്ല. ഇനി അമ്മയെ കൂടെ വെറുതെ അറിയിക്കണ്ട. ഒന്നും പറയണ്ട, എന്തായാലും സംസാരിക്കാം. ആ അമ്മേ. ഹലോ പ്രിയ, നിനക്കൊന്ന് ഫോണെങ്കിലും ചെയ്യായിരുന്നില്ലേ? ഫോൺ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിനക്കൊരു മെസ്സേജ് എങ്കിലും ഇടായിരുന്നില്ലേ? ആ അമ്മ, വേറെ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ടാ ഞാൻ പിന്നെ. കുഴപ്പമൊന്നുമില്ലെന്ന് വെച്ചാ നീ അബിയോട് സംസാരിച്ചോ? ഇല്ല, ഇതുവരെ സംസാരിച്ചിട്ടില്ല. എന്തായാലും നടക്കാനുള്ളത് നടക്കുമല്ലോ. നടക്കുമെന്ന് വെച്ചാ എപ്പോ നടക്കുമെന്നാ? അമ്മ, അച്ഛമ്മ എന്നെ ഒന്നും ചിന്തിക്കാതെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരില്ലല്ലോ. ഇതുവരെ ഇവിടെ ഒന്നും നടന്നിട്ടില്ല. ചിലപ്പോ എല്ലാം ശരിയായി വന്നാലോ. പ്രിയ. ആ അമ്മ, എന്നെ അച്ഛമ്മ വിളിക്കുന്നു. ഞാൻ പിന്നെ ഫോൺ ചെയ്യാം. പ്രിയ, പിന്നെ ഞാൻ എന്തു പറ്റി? അവൾ എന്താ പറഞ്ഞേ? അവിടെ എന്തൊക്കെയാ നടക്കുന്നേ? അവിടെ കുഴപ്പമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. നന്നായി, എല്ലാം ശരിയാകട്ടെ. ചേച്ചി ആവശ്യമില്ലെന്ന് ടെൻഷൻ അടിക്കല്ലേ? വീണ്ടും ആരോഗ്യം മോശമോ? ഇല്ല ജാനകി, പ്രശ്നമൊന്നുമില്ലെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ച് സമയത്തിനുള്ളിൽ അബിയും തനും തമ്മിലുള്ള വിവാഹം നടക്കും. എന്നാൽ പ്രിയയുടെ സംസാരം കേട്ടാൽ തോന്നും അവൾ ആ വിവാഹം തടയാൻ പോയതാണെന്ന്. പക്ഷെ പ്രിയ ഒന്നും ചെയ്യത്തിടത്തോളം ആ കല്യാണം മുടങ്ങാൻ പോകുന്നില്ല. മാത്രമല്ല, പ്രിയ എന്നോടൊന്നും പറയുന്നുമില്ല. എനിക്ക് തോന്നുന്നത് അവിടെ എന്താ നടക്കുന്നതെന്ന് അവൾക്ക് പോലും അറിയില്ലെന്നാണ്. അതോ ഇനി അവൾ എന്നോട് പറയാത്തതായിരിക്കൂ? ദേ നോക്കിയേച്ചി, ചേച്ചി ആരോടെങ്കിലും പറഞ്ഞാലും ഇല്ലെങ്കിലും ഞാൻ മനസ്സിലാക്കിയത് അവിടെ എന്തെങ്കിലും സംഭവിക്കാതിരിക്കില്ല. എനിക്ക് തോന്നുന്നത് നമ്മളും അവിടെ പോകേണ്ടതായിരുന്നു എന്നാണ്. അവിടെ നടക്കുന്നത് എന്തായാലും പ്രിയ എന്നോട് പറയാത്തതെന്താ? നോക്കേച്ചി, അബിയുടെ അച്ഛമ്മ പ്രിയെ ഇവിടെ വന്ന് കൂട്ടിക്കൊണ്ടു പോയതുകൊണ്ട് അവരുടെ മനസ്സിൽ എന്തോ ഒരു പ്ലാനിങ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ തന്നെ ആ തെറിച്ച പെണ്ണിന്റെ കൂടെ തന്റെ ചെറുമകന്റെ കല്യാണം നടത്താൻ അവർ തയ്യാറാവോ? നോക്ക്, എനിക്ക് തോന്നുന്നത് നമ്മൾ രാവിലെ അവിടെ പോകേണ്ടതായിരുന്നു എന്നാണ്. അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നമുക്കും കാണാമായിരുന്നു. എനിക്ക് പോകണ്ട. അവിടെ നടക്കുന്ന കല്യാണ കാര്യങ്ങളൊന്നും എനിക്ക് കാണാൻ കഴിയില്ല. അബിയുടെ കല്യാണം മറ്റൊരു പെണ്ണുമായി നടക്കുന്നത് കാണാൻ എനിക്ക് കഴിയില്ല. പിന്നെ ആ തനുവിനെ കാണുമ്പോഴേ എനിക്ക് അടിമുടി ദേഷ്യം വരും. ചേച്ചി, ചേച്ചി ഇങ്ങനെയൊന്ന് ചിന്തിച്ചു നോക്ക്. അവിടെ ഇപ്പോ തനുവിൻ്റെതല്ല പ്രിയയുടെ വിവാഹമാണ് നടക്കുന്നതെന്ന് കരുതുക. ഇനിയിപ്പോ ചിലപ്പോ നമ്മുടെ പ്രിയമോളുടെ വിവാഹമാണ് നടക്കുന്നതെങ്കിലോ? ചിന്തിച്ചപ്പോ എന്റെ ഉള്ളിലൊരു ആകാംക്ഷ തോന്നുകയാണ് ചേച്ചി. വരൂ ചേച്ചി, നമുക്കും കൂടി അങ്ങോട്ട് പോവാം. ചിലപ്പോ ശരിയായിരിക്കാം. നമുക്കെങ്കിലും അവിടെ വരെ ഒന്ന് പോകാം. അവിടെ പോയാൽ അവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്നെങ്കിലും
നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അവിടെ നടക്കുന്നത് എന്താണെന്ന് പ്രിയയ്ക്ക് അറിയാമെങ്കിൽ അവക്ക് എന്നോടൊന്ന് പറയായിരുന്നല്ലോ. ഇനി എന്തായാലും അവിടെ ചെന്ന കാര്യങ്ങൾ അറിയാം. പോകാം. പക്ഷേ അമ്മ. അല്ലെങ്കിൽ തന്നെ അമ്മ എങ്ങനെ കൊണ്ടുപോകാനാ? ചേച്ചി തന്നെ ചായയിൽ ഉറക്കുകുളിയോ കൊടുത്ത് കിടത്തിയതല്ലേ. എത്ര നേരം ഉണർന്നിരിക്കേണ്ടി വരുമെന്നും ആരോഗ്യം മോശമാകുമെന്നും കരുതിയിട്ടല്ലേ അങ്ങനെ ചെയ്തത്. ഇപ്പൊ അവര് ഉറങ്ങയല്ലേ, സുഖമായിട്ട് കിടന്ന് ഉറങ്ങട്ടെ. നമുക്ക് പോയിട്ട് വന്നാ പോരെ? നോക്ക്, നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞ് എല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് തന്നെ ഫോൺ വിളിച്ച് അമ്മയോട് പറഞ്ഞാ പോരെ? പോകാം. ശരി, പോകാം. വാ വാ, കണ്ണാടിയുടെ ഫ്രണ്ടിൽ ഇരുന്ന് നമുക്ക് തലപ്പാവ് കെട്ടാം. എന്നല്ലേ ശരിയാവും. ഇരിക്കെ. ആന്റി, അതെ, ഞാൻ കെട്ടിത്തരാം. ദാ ഇങ്ങനെ വെച്ച് ഇങ്ങനെ. അല്ലല്ല, എനിക്ക് ഇപ്പഴാ ഓർമ്മ വന്നേ. നിക്കേ, ദാ ഇത് പിടിക്കേ, നേരെ പിടിക്കേ. ഇനി നോയിക്കോ ഞാൻ എങ്ങനെ ശരിയാക്കുന്നു. ഇങ്ങനെ വെച്ച് ഇങ്ങനെ ചുറ്റി പിടിക്കണം. അതെ അതെ, ഇങ്ങനെ നന്നായിട്ട് ചുറ്റി മുറുകെ പിടിക്കേ. അങ്ങനെ നേരെ മുറുകെ പിടിക്കേ. അങ്ങനെ ഇനിയും പിടിക്കേ, മുറുക്കി പിടിക്കേ. വലിച്ചു പിടിക്കേ, ഇനിയും വലിച്ചു പിടിക്കേ. നന്നായിട്ട് മുറുക്കി വലിച്ചു പിടിക്കേ. വിടുന്നേ, എന്തായി ചെയ്യുന്നേ? ഇത് പിടിക്ക, ഇത് പിടിക്കുന്നേ. തല നേരെ വെക്ക. അങ്ങനെയല്ല, ഇനി വിട്ടോ, വിട്ടോളൂന്നേ. ഒരു മിനിറ്റ്. കഴിഞ്ഞു. ശരിയായില്ലേ? ഒരു മിനിറ്റ്. ശരി, എന്നാ ഞാൻ പോട്ടെ. നീ എവിടെ പോകുന്നു? നീ എപ്പോഴാ ഇത്ര വണ്ണം വെച്ചത്? നിനക്ക് വട്ടായെങ്കിൽ നീ താഴ്ചല്ലേ. അവിടെ സമപ്രായക്കാര് കാണോ, അവരോടൊപ്പം പോയി കളിക്ക്. നീ എന്തിനാ എന്നെ പിടിക്കുന്നേ? അയ്യോ ആന്റി, ഞാൻ വിചാരിച്ചത്. പോട്ടെ, കല്യാണത്തിന്റെ സമയമല്ലേ, ഇങ്ങനെയൊക്കെ അങ്ങ് നടക്കും. സാരമില്ല, ഇനിയിപ്പൊ എന്നെ വിട്ടേക്ക്. നിന്റെ തലപ്പാവ് ശരിയായല്ലോ. എന്നാലും ആന്റി എവിടെയാ പോകുന്നത്? അതെ, സാരിയുടെ മോഷണം എന്തായെന്ന് നോക്കണ്ടേ. അതാ. മോഷണമല്ല, ചെറുതായി പോയിന്ന്. വധുവിന്റെ സാരി കുറച്ച് ചെറുതായി പോയോന്ന്. അതെന്തേ വിട്. പക്ഷേ മോഷണമൊക്കെ ചെയ്യുന്നത് പ്രണവിന് പറ്റിയ പണിയല്ല. മോഷണം പോയോ ഇല്ലെന്ന് അറിയില്ലല്ലോ. പ്രണവ് ഇത് എവിടെ പോയത്? ആന്റിയുടെ അവന്റെ ഒരു വിവരമില്ല. രണ്ടുപേരും എവിടെ പോയതാ? കൊള്ളാലോ, ആദ്യം നീ ഒന്നും സമ്മതിച്ചില്ല. ഇപ്പോൾ 2 മിനിറ്റ് അവർ വൈകിയപ്പോൾ നിനക്കൊരു സമാധാനം ഇല്ല. ഹായ് ഹായ്,
വിവാഹത്തിനായി ഇത്രയും വെപ്രാളത്തിലാണോ നീ? എന്റെ അച്ഛമ്മേ, അവരെന്തെങ്കിലും പ്രശ്നത്തിൽ ചാടിയോന്ന് കരുതിയുള്ള ടെൻഷനാ. മനസ്സിലായി. എന്നാൽ ആദ്യം നീ സമ്മതിച്ചില്ലല്ലോ, പിന്നെ എങ്ങനെയാ സമ്മതിച്ചത്? അത് അച്ഛമ്മ എനിക്ക് ആ മണ്ഡപം ചൂണ്ടിക്കാണിച്ചപ്പോ എന്തോ ഒന്നും ശരിയായി തോന്നിയില്ല. എന്തോ തെറ്റ് നടക്കാൻ പോകുന്ന പോലെ. അവിടെ വധുവായി തനുവല്ല, എനിക്ക് തന്നെ ഇരിക്കണമെന്ന് തോന്നിപ്പോയി. കൊള്ളാലോ, എന്തൊക്കെയായാലും മനസ്സിൽ കല്യാണ ലഡു പൊട്ടുന്നുണ്ടല്ലേ? ഡ്രസ്സ് കിട്ടി, പക്ഷെ പുറത്തെങ്ങനെ കിടക്കും? പെട്ടെന്ന് ആരെങ്കിലും കയറി വന്നാലോ? ഇതും കൊണ്ട് പുറത്തിറങ്ങുമ്പോൾ ആരെങ്കിലും കണ്ടാൽ എല്ലാ പ്ലാനും ഫ്ലോപ്പാവും. എന്ത് ചെയ്യും? ഐഡിയ. യെസ്, കാര്യം കഴിഞ്ഞു. ഇനി ഇതും കൊണ്ട് പുറത്തിറങ്ങി എന്താണ് പ്രണവ്, നീ എന്താ ഇവിടെ? ഞാനിവിടെ എന്താന്ന് വെച്ചാൽ എനിക്കിവിടെ വന്നൂടെ? അല്ല, അതായത് നീ ഇവിടെ ഒറ്റക്ക് എന്ത് ചെയ്യാണെന്ന്. നീ ഒറ്റയ്ക്കല്ലേ വന്നത്? തനുവിൻ്റെ റൂമിൽ നീ എന്തിനാ ഒറ്റയ്ക്ക് വന്നത് ഞാൻ ചോദിച്ചില്ലല്ലോ. പിന്നെ തനുവിന് ഞാൻ ഗിഫ്റ്റും കൊണ്ടുവന്നു. ഞാൻ ആലോചിച്ചത് ഇവിടെ വെക്കണോ അതോ കൊണ്ടുപോകണോ എന്നാണ്. ആണോ? നീ വളരെ നല്ലൊരു സുഹൃത്താണല്ലേ അബിയുടെ. അവന്റെ കല്യാണം കൂടി ആയതുകൊണ്ട് നിനക്കൊത്തിരി ജോലി കാണുമല്ലേ? ഒന്നല്ല, ഒരുപാട് ജോലിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നീ ഗിഫ്റ്റ് എൻ്റെ കയ്യിൽ തന്നേക്ക്. കാരണം തനുവാണെങ്കിൽ ഇവിടെ ഇല്ലല്ലോ, ഞാനാണെങ്കിൽ താഴേക്കാ പോകുന്നേ. നീ തന്നേക്ക്. വേണ്ട, ഈ ഗിഫ്റ്റ് ഞാൻ തനുവിന് നേരിട്ട് കൊടുത്തോളാം. കാരണം ഈ ഗിഫ്റ്റ് കാണുമ്പോൾ അവളുടെ റിയാക്ഷൻ എനിക്ക് എന്താണെന്ന് അറിയണം. അത് നല്ലൊരു കാര്യമാണ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, തനു ഇവിടെ ഇല്ല, അവൾ താഴെയാണ്. താഴെ നിനക്ക് ഈ ഗിഫ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ താഴേക്ക് തന്നെ പോണം. എന്നാ പൊക്കോ. പിന്നെ പ്രണവ്, അവൾക്ക് ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടോ എന്ന് എന്നോടൊന്ന് പറയണം. അല്ലെങ്കിൽ ഞാൻ അവളോട് നേരിട്ട് ചോദിക്കും. കൃത്യസമയത്ത് ഡ്രസ്സ് ബോക്സിൽ വെച്ചത് നന്നായി, അല്ലെങ്കിൽ കൈയോടെ പിടിക്കപ്പെട്ടേനെ. ഇവളിത് എവിടെ നിന്ന് വന്നു? എന്നെ കാണാത്തത് നന്നായി. പോകൂ പ്രണവ്, പോകൂ. ആ പ്രണവ് എന്തിനാ എനിക്ക് ഇവിടെ വന്നത്? അവന് ഈ കല്യാണം ഇഷ്ടമല്ല, അതാണല്ലോ. പിന്നെ എന്തിനാ തനുവിന് ഗിഫ്റ്റ് കൊടുക്കുന്നത്? ഐ എം ഷുവർ ആ ബോക്സിൽ എന്തോ ഉണ്ടായിരുന്നു. അത് അവനിവിടുന്ന് കൊണ്ടുപോയതായിരിക്കും. പക്ഷെ എന്തായിരിക്കും? അവരെന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അബിയുടെ റൂമിൽ അവർ സംസാരിക്കുന്ന സമയത്ത് എന്നെ കണ്ടിട്ടാണ് മിണ്ടാതിരുന്നത്. എന്താ നടക്കുന്നത് എങ്ങനെ അറിയും? ഏയ്, എവിടെ പോയിരുന്നു നീ?
ഇത്രയും നേരം എവിടെയായിരുന്നു? നിന്നെ എത്ര നേരമായി കാത്തിരിക്കുന്നു. എവിടെ പോയിരിക്കും, എന്ത് ചെയ്യുന്നുണ്ടാകും, എപ്പോ വരും പ്രണവ്? നോക്ക്, പ്രണവ് ദാ എത്തി. നിന്റെ കല്യാണ ഡ്രസ്സും കൊണ്ടാ വന്നത്. എവിടെയാ കാണിക്കേ? പെട്ടെന്ന് ഇവളുടെ കയ്യിൽ കൊടുക്കേ. ഡ്രസ് എവിടെ? എന്തു പറ്റി? ഡ്രസ് എവിടെയാ? എന്താ മിണ്ടാത്തത്? ഡ്രസ് എവിടെയാ? ഇവനെന്താ മിണ്ടാതെ നിൽക്കുന്നേ? പ്രണവ്, എന്താ പറ്റിയത്? എന്താ നിന്റെ മുഖമല്ലാതിരിക്കുന്ന? ഡ്രസ് എവിടെ? ചേച്ചി, എനിക്ക് ഡ്രസ്സ് എടുക്കാൻ പറ്റിയില്ല. പറ്റിയില്ലെന്ന് വെച്ചാൽ അത് അവിടെ ഇല്ലായിരുന്നോ? അച്ഛമ്മ, ഞാൻ ആലിയുടെ റൂമിൽ ഡ്രസ്സ് എടുക്കാൻ പോയതാ. ബട്ട് ഞാൻ ഡ്രസ്സ് എടുത്തപ്പോഴേക്കും നിഖിൽ ആ മുറിയിലേക്ക് വന്നു. പിന്നെ അവൻ്റെ മുന്നിൽ വെച്ച് എനിക്ക് വെറും കൈയോടെ തിരിച്ചു വരേണ്ടി വന്നു. സോറി ചേച്ചി, ഞാൻ എല്ലാ കാര്യവും കുളമാക്കി. എന്തു പറ്റി? ഡ്രസ്സ് കൊണ്ടുവന്നില്ലല്ലേ? അവിടെ നിഖിൽ വന്നെന്നാ ഇവൻ പറയുന്നേ. അതിനെന്താ ചേച്ചി? ആ പിശാചിനെ അടിച്ചോടിക്കാൻ വയ്യായിരുന്നോ? എന്നിട്ട് ആ ഡ്രസ്സ് എടുത്ത് വരാമായിരുന്നു. ഇതിനേക്കാളും നല്ലത് ഞാൻ പോകുന്നായിരുന്നു. ചേച്ചി, നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ഡ്രസ്സ് ഇട്ടൂടെ? പറ്റില്ല പറ്റില്ല പറ്റില്ല, അത് തന്നെ വേണം. ഞാൻ ഒന്നുകൂടെ പോയി ട്രൈ ചെയ്താലോ? ഇനിയിപ്പോ ആ നിഖിൽ ആ ആലിയും കൂട്ടി അവിടെ എത്തിക്കാണും. ആ ചേച്ചി, നമുക്കൊരു കാര്യം ചെയ്യാം. മാർക്കറ്റിൽ പോയി പുതിയൊരു ഡ്രസ്സ് എടുക്കാം. അതിനുള്ള സമയമില്ലല്ലോ ആന്റി. സമയമില്ല എന്തു? ഈ പ്രണവില്ലേ, അവനെ വിശ്വസിച്ചതാ കുഴപ്പമായത്. ഈ ഡ്രസ്സ് മതിയാവോ? പ്രണവ്, അപ്പൊ നീ ഞങ്ങളൊക്കെ പറ്റിക്കുമായിരുന്നല്ലേ? ഞാനൊരു തമാശ കാണിച്ചതല്ലേ ചേച്ചി. തമാശയോ? ഇങ്ങനെ ഒരു തമാശ ആരെങ്കിലും ചെയ്യോ? ഞങ്ങളെയൊക്കെ പേടിപ്പിച്ചു കളഞ്ഞു നീ. നീ ഓർത്തു വെച്ചോ, ഒരു ദിവസം നിന്നെ ഞങ്ങൾ കഴുതിയാക്കും. അന്നേ നീ അറിയും. ശരിയാ. നോക്കിക്കോ. എന്റെ അച്ഛമ്മേ, ഇത് കല്യാണ ദിവസമല്ലേ? ഇവിടെ കുറച്ച് തമാശയൊക്കെ വേണ്ടതല്ലേ? അങ്ങനെ തന്നെ വേണം. വാ മോളെ, കല്യാണ ഡ്രസ്സ് ധരിക്കേ. ഒരിക്കൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ വീട്ടിലെ യജമാനത്തിയായി മാറിയില്ലേ? ഇന്ന് വധുവായി ഒരുങ്ങി വാ മോളെ. കാരണം എത്രയും പെട്ടെന്ന് എനിക്ക് നിന്നെ ഈ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരണം. ആരതി ഒഴിഞ്ഞ്. തനു, ഇത് എത്ര സമയമായി? എല്ലാരും അന്വേഷിക്കുന്നുണ്ട്, നീ ഇതുവരെ റെഡി ആയില്ലേ? ആലിയ, കമോൺ, ഇന്ന് എന്റെ വിവാഹമാണ്. ഇത് ജീവിതത്തിൽ ഒരിക്കലല്ലേ ഉണ്ടാവൂ. എന്നെ നന്നായി ഒന്ന് ഒരുങ്ങാൻ അനുവദിക്കുന്നേ. കല്യാണമാണ് നിന്റെ, അല്ലാതെ മിസ് വേൾഡ് കോൺടെസ്റ്റ് ഒന്നും അല്ല. നന്നായി ഒരുങ്ങിയില്ലെങ്കിൽ നിനക്ക് അവാർഡ് കിട്ടാതിരിക്കാൻ. നീ ഇത് എന്താ ഇപ്പൊ ഇങ്ങനെ? യു നോ വാട്ട്, നീ ഇപ്പൊ മേക്കപ്പ് ചെയ്തില്ലെങ്കിലും ഏട്ടൻ നിന്നെ കല്യാണം കഴിക്കും. വാ പോവാ. ആലിയ, ഞാനിതെല്ലാം എനിക്ക് വേണ്ടിയാ ചെയ്യുന്നേ. എനിക്ക് കുറച്ച് സമയം കൊടുത്താ. ഐ വാണ്ട് ടു ലുക്ക് പെർഫെക്റ്റ്. ഓ ഗോഡ്, ഓക്കെ ഫൈൻ. നിനക്ക് ഇനി 1/2 മണിക്കൂർ കൂടെ ഉണ്ട്. പൂജാരി എത്താറായി. ഈ സമയം കൊണ്ട് നീ റെഡി ആയിരിക്കണം. പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് നീ വേഗം താഴേക്ക് വരണം. ഓക്കെ ഓക്കെ ഫൈൻ. 1/2 മണിക്കൂർ. പിന്നെ ഞാൻ തിരികെ വരില്ല. 1/2 മണിക്കൂർ എന്ന് വെച്ചാ 1/2 മണിക്കൂർ. ഞാൻ ഉറപ്പായിട്ടും ഓക്കെ ഫൈൻ, ബൈ. നിങ്ങൾ എന്റെ കൂടെ വാ, അതെന്റെ ചേട്ടനാ. നമുക്കൊരു സെൽഫി എടുക്കാം. ഇതെന്താ പ്രിയയും അച്ഛമ്മയും പ്രണവൊന്നും താഴേക്ക് വരാത്തെ? പ്രിയ ഇപ്പോഴും കരഞ്ഞോണ്ടിരിക്കുകയാണോ? ഒന്ന് മോളിൽ പോയി നോക്കിയാലോ?